ഒൻപതാം ക്ലാസ്സിലെ എല്ലാ പ്രിയ വിദ്യാർത്ഥികളെയും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒൻപതാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ചാപ്റ്റർ 3 ആണ്. മൂന്നാമത്തെ പാഠമാണ് റിഡോക്സ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. അതായത് ഓക്സീകരണം എന്താണ് നിരോക്സീകരണം, ഓക്സികാരി നിരോക്സികാരി നമുക്ക് എങ്ങനെ കണ്ടെത്താം. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. അത് ഓക്സിഡേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നിർവചിക്കാം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഓക്സീകരണം നിരോക്സീകരണം എങ്ങനെ പറയും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മുൻപ് പഠിച്ച പാഠഭാഗം തന്നെയാണ്. ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഡെഫിനേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് an atom in a molecule is the formal charge assigned on the atom if the bonds in the substance are considered to be ionic. അതായത് ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലെ അയോണിക ബന്ധനം എന്താണ്, അയോണിക് ബോണ്ട് എന്താണ്, അതുപോലെ കോവലന്റ് ബോണ്ട് സഹസംയോജിക ബന്ധനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അയോണിക ബന്ധനത്തിലാണ് ചാർജ് രൂപപ്പെടുന്നത് നമുക്കറിയാം. അയോണിക ബന്ധനത്തിലാണ് ചാർജ് രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു സംയുക്തത്തിൽ ഇപ്പൊ HCl എന്ന് പറയുന്നത് ഒരു സംയുക്തമാണ്, അല്ലെങ്കിൽ ഒരു തന്മാത്രയാണ്, ഒരു മോളിക്യൂളാണ്. അപ്പൊ ഈ HCl മോളിക്യൂളില് ഏത് തരം ബന്ധനമാണെന്ന് നമുക്കറിയാം, സഹസംയോജിക ബന്ധനമാണെന്ന് അറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായിട്ട് പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ നമുക്കറിയാം, മാഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്ന പ്രവർത്തനം MgCl2. അപ്പൊ ഇതില് മാഗ്നീഷ്യം സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് എന്തായി മാറുന്നു, Mg2+ അയോണായി മാറുന്നു നമുക്കറിയാം. Mg2+ അയോണായി മാറുന്നു. ക്ലോറിൻ എങ്ങനെയാണ്, ക്ലോറിൻ എന്തായിട്ട് മാറുന്നു, Cl-1 അയോണായി മാറുന്നു. അപ്പൊ എങ്ങനെയാണ് മാഗ്നീഷ്യം ക്ലോറിൻ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പൊ മാഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നു, Mg2+ അയോണായി മാറുന്നു. അപ്പൊ മാഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് എത്ര, ഏത് 2+ എന്നുള്ളത്. മാഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് 2+. അതായത് കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം ഉണ്ടാകുമ്പോൾ അതിൽ ഓരോ ആറ്റത്തിലും രൂപപ്പെടുന്ന ചാർജിനെ സൂചിപ്പിക്കുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ഇവിടെ എത്രയാണ് ചാർജ്, 2 ആണ്, Mg2+. മാഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 2 പോസിറ്റീവ് ചാർജ് ആണ് ലഭിക്കുന്നത്. അപ്പൊ മാഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്, 2 പോസിറ്റീവ്. അപ്പൊ ക്ലോറിന്റെയോ, ക്ലോറിന് 1 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാണ് Cl-1 ആവുന്നത്. അപ്പൊ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്, ക്ലോറിന്റെ -1 ആണ്. അപ്പൊ ഇത് എങ്ങനെയാണെങ്കിലാണ് പറയുന്നത്, ഇത് അയോണിക ബന്ധനമാണ്. അതായത് മാഗ്നീഷ്യം ക്ലോറൈഡിൽ ഏത് ബോണ്ടാണ്, അയോണിക് ബോണ്ടാണ് അല്ലെങ്കിൽ അയോണിക ബന്ധനമാണ്. അപ്പൊ അയോണിക ബന്ധനത്തിൽ ഓരോ ആറ്റത്തിലും രൂപപ്പെടുന്ന ചാർജ് എന്താണോ ആ ചാർജിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഇപ്പൊ മാഗ്നീഷ്യം ക്ലോറൈഡ് എന്നുള്ള കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ സംയുക്തത്തിലെ മാഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, +2 ആണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, -1 ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ കോമ്പൗണ്ടിൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്, അതെങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട് അല്ലേ. അപ്പോൾ അയോണിക ബന്ധനത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അയോണിക ബന്ധനം എല്ലാ ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായിട്ട് പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിനും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് എന്ത് പറയുന്നത്, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു സമവാക്യം എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജനും ക്ലോറിനും കൂടിയിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്ന പ്രവർത്തനം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. HCl ഏത് ടൈപ്പ് ബോണ്ടാണ് നമുക്കറിയാം. ഹൈഡ്രജൻ ക്ലോറൈഡിലുള്ള ബോണ്ട് ഏതാണ്, കോവലന്റ് ബോണ്ടാണ്. HCl ഫോം ചെയ്യുന്ന ബോണ്ട് കോവലന്റ് ആണ്. കോവലന്റ് എന്ന് പറയുന്നത് എന്താണ്, സഹസംയോജകം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു. അപ്പൊ സഹസംയോജകമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ പറയാൻ നോക്കാം അല്ലേ. അപ്പൊ സഹസംയോജക ബന്ധനാണെങ്കിൽ അല്ലെങ്കിൽ കോവലന്റ് ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാണ്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുന്നത് അല്ലേ. ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്, പങ്കുവയ്ക്കലാണ്. അപ്പൊ നമുക്ക് ഇവിടെ വിട്ടുകൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജും സ്വീകരിക്കുമ്പോഴാണ് നെഗറ്റീവ് ചാർജും പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചാർജ് എഴുതുന്നത് നോക്കാം. അപ്പൊ HCl
നമ്മൾ മുമ്പ് പഠിച്ചു ഹൈഡ്രജനും ക്ലോറിനും ആകുമ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയത് ആർക്കാണ്? ക്ലോറിനാണ് അല്ലേ? അപ്പോൾ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം രൂപപ്പെടുമ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ മൂലകത്തിന്റെ അടുത്തേക്കാണ് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ മൂവ്സ് ടുവേർഡ്സ് ദ മോർ ഇലക്ട്രോണെഗറ്റീവ് എലമെന്റ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ ഏത് മൂലകത്തിന്റെ അടുത്തേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അതിന് നെഗറ്റീവ് ചാർജും, ഏത് മൂലകത്തിന്റെ അടുത്താണോ നീങ്ങി നിൽക്കുന്നത് അതിന് പോസിറ്റീവ് ചാർജാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എന്തായിരിക്കും ചാർജ്? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ, ഒരു ജോഡി ഇലക്ട്രോണാണ് HCl ഉണ്ടാവുമ്പോൾ പങ്കുവയ്ക്കുന്നത്. ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റെയും ഒരു ഇലക്ട്രോൺ ക്ലോറിന്റെയും. അപ്പൊ ഹൈഡ്രജന് ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് +1, ഒരു പോസിറ്റീവ് ചാർജും ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് -1. ഇതാണ് ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ സഹസംയോജക ബന്ധനാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ എലമെന്റിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് ഇലക്ട്രോൺ നീങ്ങി നിൽക്കുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഏതിന്റെ അടുത്തേക്കാണ് ഇലക്ട്രോൺ നീങ്ങി നിൽക്കുന്നത് അതിന് നെഗറ്റീവ് ചാർജും, ഏതിന്റെ അടുത്താണോ വിട്ടുപോകുന്നത് അതിന് പോസിറ്റീവ് ചാർജും. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഈ ഒരു സംയുക്തത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മളിവിടെ കണ്ടെത്തി HClന്റെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ള കോമ്പൗണ്ട്, ഇതൊരു സംയുക്തമാണ് അല്ലേ? കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സംയുക്തം, അല്ലെങ്കിൽ ഇത് HClന്റെ ഒരു തന്മാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന്റെ ആകെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണോ നോക്കാം. ആകെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും കൂടി ആകെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടി നോക്കുമ്പോൾ +1 -1 കൂടി കൂട്ടി നോക്കുമ്പോൾ എത്രയായിരിക്കും? ആകെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും, 0. അതായത് the total oxidation number of a compound or a molecule is always will be 0. Listen again. The total oxidation number of a compound or a molecule is always will be 0. അതായത് ഒരു സംയുക്തത്തിന്റെ അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ ഘടക മൂലകങ്ങളുടെ ആകെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അതായത് ഹൈഡ്രജന്റെ ഇവിടെ +1, ക്ലോറിന്റെ -1 കിട്ടി. അപ്പോൾ +1 -1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സംയുക്തത്തിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ ഘടക മൂലകങ്ങളുടെ ആകെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഇടതുഭാഗത്ത് നോക്കാം, അല്ലെ റിയാക്ടന്റ് സൈഡ് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളാണ് തന്നിരിക്കുന്നത്, അതായത് ഹൈഡ്രജൻ തന്മാത്രയാണ്. ഇവിടെ ക്ലോറിൻ തന്മാത്രയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഒരു കോമ്പൗണ്ട് മോളിക്കുലർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ തന്മാത്ര രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം ഹൈഡ്രജൻ ആകെ ഒരു ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോൺ ആണ് നമുക്കറിയാം, അടുത്ത ഹൈഡ്രജനും ഒരു ഇലക്ട്രോൺ. അപ്പൊ ഇത് പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഡയാറ്റോമിക് മോളിക്യൂളാണ്, ഡയാറ്റോമിക തന്മാത്രയാണ്. അപ്പൊ രണ്ട് ആറ്റങ്ങളും കൂടി, രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടി എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടാണ്, അതായത് തുല്യമായിട്ടാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതായത് ഇലക്ട്രോണുകളോട് എങ്ങനെയാണ്? ഈക്വൽ ഷെയറിംഗ് ആണ്, തുല്യമായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. അതായത് മോളിക്കുലർ സ്റ്റേറ്റിൽ എപ്പോഴും എത്രയായിരിക്കും? മൂലക തന്മാത്രയ്ക്ക് എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. കാരണം ഇവിടെ ഇലക്ട്രോണെഗറ്റിവിറ്റി വ്യത്യാസമൊന്നും നോക്കാനില്ല. രണ്ടും ഏത് എലമെന്റ് ആണ്? ഹൈഡ്രജൻ ആണ്, രണ്ടും ഹൈഡ്രജൻ ആണ്. അതുപോലെ ക്ലോറിനും മൂലക തന്മാത്രയാണ്, മോളിക്യൂളാണ്, രണ്ടും ക്ലോറിൻ ആറ്റം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോണിനെ ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുക. അപ്പൊ ക്ലോറിനും ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കോമ്പൗണ്ട് അയോണികമായിട്ട് പരിഗണിച്ചാൽ അതിൽ ഓരോ ആറ്റത്തിൽ രൂപം കൊള്ളുന്ന ചാർജാണ് ആ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? കോവലന്റ് ബോണ്ടാണ്. സഹസംയോജക സംയുക്തത്തിൽ എങ്ങനെയാണ് ചാർജ് രൂപപ്പെടുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് മോളിക്കുലർ സ്റ്റേറ്റിൽ, അതായത് മൂലക തന്മാത്ര ആയിരിക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ഒരു സംയുക്തത്തിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ ആകെ ഓക്സിഡേഷൻ നമ്പറും എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള ആശയം വ്യക്തമായി എന്ന് വിചാരിക്കും. ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഓക്സിഡേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഓക്സീകരണത്തിനും നിരോക്സീകരണവും എങ്ങനെ നിർവചിക്കാം? ദാറ്റ് മീൻസ് the definition of oxidation and reduction based on oxidation number. So oxidation means the process in which oxidation number increases is called oxidation, or the process in which oxidation number decreases is called reduction. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം.
ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ഉണ്ട്. കാരണം മോളിക്കുലർ സ്റ്റേറ്റില് മൂലക തന്മാത്രയുടെ തന്മാത്ര രൂപത്തിലായിരിക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ഉണ്ട്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും, അതിൽ ഓക്സിഡേഷൻ നമ്പറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇനി ഈ ഓക്സിഡേഷൻ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓക്സിഡേഷൻ ആർക്കാണ്, റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, റിഡക്ഷൻ ആർക്കാണ്, അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണെന്ന് കണ്ടെത്താനാണ് ചോദിക്കുക. അപ്പോൾ എക്സാം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണ്, 0. ഇനി HCl ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ എത്രയായി, 0ൽ നിന്ന് എത്രയായി മാറി, +1 ആയി. That means the oxidation number increases from 0 to +1. അതായത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +1 ആയിട്ട് കൂടി, അതായത് 0ൽ നിന്ന് +1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ഇവിടെ ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് മാറ്റം എന്താണ്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ഹൈഡ്രജൻ ഏത് പ്രോസസ്സാണ്, ഓക്സിഡേഷൻ. That means oxidation is the process in which oxidation number increases. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഏതാണ്, ഓക്സിഡേഷൻ ആർക്കാണ്, ഹൈഡ്രജൻ ആണ്. കാരണം എന്താ, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിട്ട് കൂടി, 0ൽ നിന്ന് +1 ആയിട്ട് കൂടി. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം, അതായത് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ഏത് മൂലകത്തിനാണ്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ആർക്കാണ്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ എല്ലാവർക്കും വായിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു, വേറെ എഴുതേണ്ടതില്ലാന്ന് വിചാരിക്കുന്നു ടീച്ചർ. ഹൈഡ്രജൻ. ഇനി റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, അല്ലെങ്കിൽ നിരോക്സീകാരി ആരാണ്, അത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ ഏത് എലമെന്റ് ആണോ ആ എലമെന്റിനെ പറയുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്, അതായത് നിരോക്സീകാരി. അപ്പോൾ ഓക്സിഡേഷൻ ഹൈഡ്രജൻ ആണെങ്കിൽ തീർച്ചയായിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും, ഹൈഡ്രജൻ തന്നെയായിരിക്കും. നിരോക്സീകാരി ആരാണ്, ഹൈഡ്രജൻ ആണ്. ഇനി റിഡക്ഷൻ ആർക്കാണെന്ന് നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ റിഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത്, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ. That means the process in which oxidation number decreases is called reduction. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണ്. ഇവിടെയോ HCl ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, -1. അപ്പോൾ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിട്ട് കുറഞ്ഞു, 0ൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു, -1 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 0-നേക്കാൾ താഴെയുള്ള നെഗറ്റീവ് സംഖ്യകളെന്ന് എല്ലാവർക്കും അറിയാം. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -1 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ക്ലോറിന് എന്ത് സംഭവിക്കുന്നു, റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കുന്നു. അപ്പോൾ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം ആർക്കാന്ന് എഴുതാൻ നമുക്ക്, ക്ലോറിൻ. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ റിഡക്ഷൻ ഏത് മൂലകത്തിനാണോ, ഏത് എലമെന്റ് ആണോ അതായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഉറപ്പായിട്ട് സംശയിക്കാണ്ട് നമുക്ക് എഴുതാം, ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, ക്ലോറിൻ. അപ്പോൾ ഇതുപോലൊരു സമവാക്യം തന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആർക്കാണ്, റിഡക്ഷൻ ആർക്കാണ്, ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണും ഓക്സിജനും ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം. അപ്പോൾ ഇക്വേഷൻ നോക്കുക, സമവാക്യം പരിശോധിക്കുക. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ 0, മൂലകാവസ്ഥയിലാണ്. ഓക്സിജൻ മോളിക്യൂളാണ്, തന്മാത്രയാണ്, അപ്പോൾ 0. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ +4, ഓക്സിജന്റെ ഇവിടെ കാർബൺ +4 എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റത്തിൻ്റെയാണ്. ഇവിടെ O2 എന്ന് എഴുതിയിരിക്കുന്നത്, മുകളിൽ -2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് എന്താ എഴുതിയിരിക്കുന്നത്, -2. അപ്പോൾ -2 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് 2 ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് അല്ലേ, അതാണ് -2. അപ്പോൾ ഈ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ ഓക്സിഡേഷൻ ആർക്കാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം, ഓക്സിഡേഷൻ മീൻസ് ദ ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ആർക്കാണ്, ഇവിടെ കാർബണിനാണ് അല്ലേ. എത്രയാണ്, 0ൽ നിന്ന് എത്രയായിട്ട് മാറി, +4 ആയിട്ട് മാറി. അപ്പോൾ കാർബണിന് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു, അതുകൊണ്ട് കാർബണിന് ഓക്സീകരണം. അപ്പോൾ ഓക്സീകരണമുള്ള മൂലകം ഏതാണ്, കാർബൺ. ഇനി അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, നിരോക്സീകാരി ആരായിരിക്കും, തീർച്ചയായിട്ടും അറിയാം, കാർബൺ. നിരോക്സീകാരി കാർബൺ.
ഇനി റിഡക്ഷൻ ആർക്കാണ് അല്ലേ? റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ആർക്കാണ് കുറയുന്നത്? ഓക്സിജൻ ആണ്. ഓക്സിജനെ 0 നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? -2 ആയിട്ട് കുറഞ്ഞു. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ 0 നിന്ന് -2 ആയി കുറഞ്ഞു. അതുകൊണ്ട് ഓക്സിജന് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. ഓക്സിജൻ. ഇനി ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആരായിരിക്കും? ഓക്സിജൻ തന്നെയായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കേണ്ട പോയിന്റ് എന്താണ്? ഓക്സിഡേഷൻ നമ്പറിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഓക്സീകരണം നിരോക്സീകരണം പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണം, അതായത് റിഡക്ഷനും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ഓക്സിഡേഷൻ നമ്പർ 0, ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പർ 0. സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിന് +1, ക്ലോറിൻ -1. ഇപ്പം എല്ലാ മൂലകത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയാം. ഇനി ആർക്കാണ് ഓക്സിഡേഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ആർക്കാണ്? സോഡിയമാണ് അല്ലേ? വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. സോഡിയത്തിന് എത്രയായി? 0ൽ നിന്ന് എത്രയായിട്ട് കൂടി? +1 ആയിട്ട് കൂടി. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ്? ഓക്സീകരണം ആർക്കാണ്? സോഡിയം. ഇനി ഇപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും? ഓക്സിഡേഷൻ സോഡിയത്തിനാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റും സോഡിയം ആയിരിക്കും. Na. ഇനി ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. 0ൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? -1 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് ആർക്കാണ്? ക്ലോറിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്ലോറിന് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. നമുക്കിവിടെ എന്ത് എഴുതാം? ക്ലോറിൻ. ഇനി ഇപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആരായിരിക്കും? ക്ലോറിൻ ആയിരിക്കും. ക്ലോറിൻ. അടുത്ത ചോദ്യം, സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. സിങ്ക് എന്നുള്ള ലോഹം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇപ്പോൾ സമവാക്യത്തിലെ ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുണ്ട്. സിങ്ക് 0 ആണ്, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. ഇവിടെ സിങ്ക് +2, ക്ലോറിൻ -1, ഹൈഡ്രജൻ 0. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടെത്തണം അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ആർക്കാണോ നോക്ക്. സിങ്ക് ഇവിടെ 0 ആണ്, ഇവിടെയോ സിങ്ക് +2 ആണ്. അപ്പോൾ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് മാറി? 0ൽ നിന്ന് +2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എഴുതാം ഓക്സിഡേഷൻ ആർക്കാണ് അല്ലെങ്കിൽ ഓക്സീകരണം ആർക്കാണ്? സിങ്ക്. ഓക്സിഡേഷൻ സിങ്കിനാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഉറപ്പായിട്ട് എഴുതാം, റെഡ്യൂസിങ് ഏജന്റും സിങ്ക് ആണ്. റെഡ്യൂസിങ് ഏജന്റ് സിങ്ക്. ഇനി റിഡക്ഷൻ ആർക്കാണ് നോക്കണം? നിരോക്സീകരണം ആർക്കാണ്? നിരോക്സീകരണം എന്ന് പറയുമ്പോൾ വീണ്ടും ഓർമ്മിക്കുക, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പോൾ ഹൈഡ്രജൻ +1 ആണ് ഇവിടെ, +1. ഇവിടെ ഹൈഡ്രജൻ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1ൽ നിന്ന് 0 ആയിട്ട് കുറയുന്നു. ഇനി ക്ലോറിൻ നോക്കാം. ക്ലോറിൻ ഇവിടെ -1 ആണ്, ഇവിടെയും -1 ആണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമില്ല. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് ആർക്കാണ്? ഇവിടെ ഹൈഡ്രജൻ +1ൽ നിന്ന് 0 ആയിട്ട് കുറയുന്നു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് ആർക്കാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ റിഡക്ഷൻ ആർക്കാണ്? ഏത് മൂലകത്തിനാണ്? ഹൈഡ്രജൻ. റിഡക്ഷൻ ആർക്കാണ്? ഹൈഡ്രജൻ. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സീകാരി. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് ഏത് മൂലകത്തിനാണോ ഏത് മൂലകമാണോ നമ്മൾ അതിനാണ് എന്ത് പറയുന്നത്? ഓക്സീകാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ HCl ഹൈഡ്രജനാണ് റിഡക്ഷൻ സംഭവിച്ചത് അല്ലേ? HCl എന്ന് പറയുമ്പോൾ എന്താ? ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിലെ ഹൈഡ്രജനാണ് റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഓക്സീകാരി എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഓക്സീകാരി ആരാണ്? H അല്ല, HCl. ഓക്സീകാരി HCl. ആശയം വ്യക്തമായി വിചാരിക്കുന്നു. അതായത് റിഡക്ഷൻ സംഭവിച്ചത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഏതിലാണ്? ഇവിടെ HCl ആണ്. ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഓക്സീകാരി ആരാണ് ഇവിടെ? ഹൈഡ്രജൻ ക്ലോറൈഡ്. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഓക്സിഡേഷൻ നമ്പർ
Based on oxidation number, how determine oxidation reduction and oxidizing and reducing agents. Oxidation number അടിസ്ഥാനമാക്കിയിട്ട് ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സികാരി, നിരോക്സികാരി ഇവ കണ്ടെത്തുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട്ബുക്കിൽ 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എഴുതിയിരിക്കണം. പിന്നെ കൂടാതെ ഫോളോ അപ്പ് ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്കിലെ ഫോളോ അപ്പ് ആക്ടിവിറ്റിയിൽ ഇതിനോടനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ വർക്കൗട്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ.